വേഗം രണ്ടെണ്ണത്തിനെ ഇവിടെ ഇറക്കി വിട്ടു. സ്വന്തം കുടുംബത്തൊന്ന് ഇറക്കി വിട്ടവർ ഇവിടെ വന്ന് വിരുന്നുണ്ടേണ്ട ഒരു കാര്യമില്ല. അമ്മേ, അവര് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഉണ്ടാക്കി. എന്റെ ജീവിതത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയവളാ അച്ഛന്റെ അമ്മയുടെയും ദത്തുപുത്രി. എന്ത് കഴിക്കാനാ? അല്ല, മേശപ്പുറത്തൊന്നും ഇല്ലല്ലോ ചെറിയമേ. ആ, അതൊക്കെ കൊണ്ടുവരേണ്ടവര് കൊണ്ടുവന്നോളും. ഓ, ഏട്ടത്തി, ഞങ്ങള് കഴിക്കാനിരുന്നു. ഇത്രയുള്ളോ? ഇനിയുണ്ട്. ആ, ഇവനെ എനിക്ക് കാണുമ്പോഴാ ചന്ദ്രേട്ടാ ഈ നാടായ നാട് മുഴുവൻ ഓടി നടന്ന് കോലം കെട്ടുപോയി. ഏയ്, ഗൗതമിന് അങ്ങനെ ക്ഷീണമൊന്നുമില്ല. ഇനി അവൻ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടല്ലോ. അമ്മയുടെ ട്രീറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ നടന്നോട്ടെ. നിങ്ങൾ കഴിക്ക്, ഞാൻ ചായ ഇടട്ടെ. അതെന്ത് പോക്കാ ഏട്ടത്തി? എത്രയോ കാലം ഏട്ടത്തി വിളമ്പി കൊടുത്ത ഭക്ഷണം കഴിച്ചവരാ ഇവര് രണ്ടുപേരും. ഇപ്പൊ അവർക്ക് ആഗ്രഹം കാണില്ലേ ഏട്ടത്തി വിളമ്പി കൊടുക്കണമെന്ന്? അല്ലേ ചന്ദ്രേട്ടാ? പിന്നെ ഏട്ടത്തിയുടെ കൈകൊണ്ട് വിളമ്പി കഴിക്കുന്നത് ഒരു നല്ല ഓർമ്മയാണ്. വിളമ്പ്. എന്തിനാണ് നോക്കിയിരിക്കുന്നത്? കഴിക്ക്. ഇതെന്താ ഇത്? ഇതിൽ ഉപ്പും പുളിയൊന്നുമില്ലേ? ഞാൻ നോക്കിയതാണല്ലോ മോനെ, കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഓ, പിന്നെ എന്റെ വയറ്റിലേക്ക് വീണപ്പോ കുഴപ്പമായതാണോ? ഓ ഓ, ഞാൻ കുഴപ്പക്കാരനാണല്ലോ. അപ്പോ ഭക്ഷണ സാധനങ്ങൾക്കും അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കും അല്ലേ? എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ ആരെങ്കിലും ഇതൊന്ന് കഴിച്ചു നോക്കി. അവനൊരു സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ഞങ്ങളോട് കഴിച്ചു നോക്കാൻ പറഞ്ഞ എന്താ അതിനർത്ഥം? അവനെ വിശ്വാസമില്ലെന്നല്ലേ? ഏട്ടനൊപ്പം കഴിക്കാനുണ്ടാവുമ്പോ ഏട്ടത്തിയുടെ പാചകത്തിൽ ഒരു കുറവും ഉണ്ടാകില്ലായിരുന്നല്ലോ. എന്താ ഏട്ടത്തി, ഭക്ഷണത്തിൽ ഞങ്ങളെ തോൽപ്പിക്കാനുള്ള വല്ല ഉദ്ദേശമുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല ചന്ദ്രശേഖര. ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയത്. പിന്നെ എന്തെങ്കിലും കുറവ് പറഞ്ഞ ഒരു 5 മിനിറ്റിനകം ഞാൻ ഉണ്ടാക്കാം. ഓ, ഇനി അതൊന്നും വേണ്ട. ഇനി എന്തെങ്കിലും ചെയ്യുമ്പോ ഇനി അതൊന്ന് ശ്രദ്ധിച്ചാ മതി. ആ, അല്ലെങ്കിൽ അടുക്കളയിൽ സ്വപ്നം കണ്ട് നിൽക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തെങ്കിലും കുറവുണ്ടാവുമെന്ന്. ഏട്ടത്തി, ഇറങ്ങിപ്പോയവരിറങ്ങിപ്പോയി. ഇപ്പൊ നമ്മളാ ഇവിടെ ജീവിക്കുന്നത്. അതിൽ കൂടുതൽ ആരും പ്രതീക്ഷിക്കണ്ട, ഒരു കാലത്തും പ്രതീക്ഷിക്കണ്ട. ഇനി ആ ചായ എങ്കിലും ഒന്ന് നേരെ ചുവയിട്. ഇവിടെ വായി നോക്കി നിക്കണ്ട. ഗൗതം, ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ.
ഞാൻ ഈ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്നത് അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിനെ പുകഴ്ത്താനൊന്നും അല്ലല്ലോ. ഓ നന്നായിട മോനെ. അമൃത കോരി തന്നാലും ഇങ്ങനെ പറയാവൂ. കുറച്ചു കിടന്ന് അനുഭവിക്കട്ടെ. അമ്മ ഇവിടെ കിടന്ന് ശ്വാസം കിട്ടാതെ വലഞ്ഞതിന് ഇങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കണം. ദേ, നിങ്ങൾക്കൊക്കെ എങ്ങനെ പെരുമാറാനും ഞാൻ ലൈസൻസ് തന്നിരിക്കാം. ഇത് നമ്മുടെ വീടാ. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന 4 പേരുടെയും. ഇതിനപ്പുറത്തേക്ക് എല്ലാവരും നമ്മുടെ ശത്രുക്കൾ തന്നെയാ. അത് മനസ്സിൽ വെച്ചോ. കഴിക്കും. ആ മോളെ, ഓ മോനെന്ത് ചെയ്യാ? നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഗുളിക കഴിച്ചിട്ട് കിടക്ക. ഉറക്കായി. ആ നന്നായി. ഉള്ളിലെ വിഷമങ്ങളൊക്കെ മാറാൻ അത് നല്ലതാ. അച്ഛന് ചായ വേണോ? നിർബന്ധമില്ല. പിന്നെ ആർക്കെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ ഒന്നാവാം. എവിടാടി അവര്? നിന്റെ മോളും മരുമോനും? അവരിവിടെ അഭയം തേടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അതാ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ ഇറങ്ങിയത്? ഓ, അതോടെ നിനക്കും ഭർത്താവിനും അത് സൗകര്യമായി. എന്നാലേ ആ സൗകര്യം വേണ്ടാന്ന് പറയാനാ ഞങ്ങൾ വന്നത്. വേഗം 2 എണ്ണത്തിനെ ഇവിടുന്ന് ഇറക്കി വിട്ടോ. സ്വന്തം കുടുംബത്തൊന്ന് ഇറക്കി വിട്ടവർ ഇവിടെ വന്ന് വിരുന്നുണ്ണേണ്ട ഒരു കാര്യമില്ല. അമ്മേ, അവര് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഉണ്ടാക്കി. എന്റെ ജീവിതത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയവളാ അച്ഛന്റെ അമ്മയുടെയും ദത്തുപുത്രി.